കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. മാതാവേ കാത്തോണേ. 8 തിരി കത്തിക്കണമെന്നുണ്ടായിരുന്നു, അതെങ്ങനാ? തിരിക്കൊക്കെ ഇപ്പം എന്നാ വില? ദാരിദ്ര്യ ചക്രം വേണ്ടേ മാതാവേ? ഈ ഗുണ്ടാപ്പണി കൊണ്ടൊന്നും ഒരു മെച്ചവും ഇല്ലെന്നേ. ഈ കാർലോസിനെ കാണുമ്പം നാട്ടുകാർക്കൊക്കെ ചിരി പേടി, ചിരി ബഹുമാനം. പിന്നെ വിരട്ടുമ്പോൾ 100 ചോദിച്ച ഒരു 10 കിട്ടണം, അത്രേ ഉള്ളൂ. ഗതികേട് കൊണ്ടാ മാതാവേ. ഇത് കാലൻ കാർലോസ് ഒരു കാലത്ത് കോലടി ഗ്രാമത്തെ വിറപ്പിച്ച ഗുണ്ടയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? എടാ ടോണി, ഇന്നും നീ പറ്റിക്കാനാണോ? ഇനി പറ്റിച്ചാ സീനാവേ. താൻ ഞാൻ കാപ്പിയോട് കഴിഞ്ഞിട്ട് 5 മിഠായിട്ട് വെച്ചതാടാ. ഇത് ചുമ്മാ ഉടായിപ്പാ. അവനുണ്ട്, അവന്റെ ദുബായിൽ ഒരു ആന്റിയുണ്ട്. നിതിന് ബെല്ലടിക്കാൻ നമുക്ക് പോവാം. ഓ കിട്ടി. ഒരെന്താടാ? എടാ വാസു, നിന്നെ ഇന്ന് ഞാൻ കാലൻ ഇറങ്ങി. ഇന്ന് എന്തെങ്കിലും സംഭവിക്കും. ഒറ്റ എണ്ണ എടുക്കരുത്, കുത്തി കീറുമല്ല അതിന്. നിനക്കൊക്കെ എന്നെ ശരിക്കറിയാലോ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. വാസു, അവന് കാശ് തരാൻ പറ്റിയല്ലെന്ന, അവനെ ഞാൻ വിടുകയല്ല. നിന്നോട് ആദ്യം പറഞ്ഞില്ലേ കാശില്ലെന്ന്? തരാനും ഉദ്ദേശമില്ല. ഇറങ്ങി പോടാ. എഴുന്നേറ്റ് പോടാ. അതിന് ഞാൻ എന്നാ ചെയ്ത്? നിന്റെ ഒരു കോപ്പിലെ വായന. എനിക്ക് കാശ് തരാതെ നിന്റെ കത്തോടെ കൂടെ ഞാൻ നടത്തിക്കുകയാണ് വാസു. നിന്റെ കൊല നീ എന്തായി കാണിക്കുന്നേ? എനിക്ക് തരാൻ നിന്റെ പൈസ ഇല്ലല്ലേ? നിന്റെ പരിപാടി ഒന്നും എന്റെ അടുത്ത് നടക്കുകയില്ല. ഞാനിവിടെ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. നിനക്ക് തരാൻ കാശില്ല. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം, നീ സൂക്ഷിച്ചോ. ഓടാ നീ. അന്ന ജോൺ ആന്തരിക സംഘർഷങ്ങളുടെ മരുഭൂമിയിൽ കളിച്ചിരിയുടെ മാമ്പഴക്കാലം നഷ്ടപ്പെട്ടു പോയ ഒരു നിഷ്കളങ്ക ബാല്യം. ആൻസി ടീച്ചറെ, കവലയിലെ കാർലൻ കാർലോസിന്റെ ചവിട്ട് നാടക. ആൻസി ടീച്ചറിന്റെ ക്ലാസ്സിലെ ടോണിയും കൂട്ടുകാരും വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന കണ്ടു. പിള്ളേരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോരോ ദിവസം ഓരോരോ അംഗങ്ങളാ കവലയില്. സ്പെഷ്യൽ ഫീസിന്റെ റെസിപ്റ്റ് ബുക്ക് കണ്ടായിരുന്നോ? അതെന്റെ മേശപ്പുറത്തിരിപ്പുണ്ടല്ലോ. എന്നാ ശരി. ശരി ടീച്ചറെ. ഇനി എല്ലാവരും ഒന്ന് എഴുതിക്കേ. അത് ശരി, അന്നമോളിന് സ്വപ്നം കാണുവാണോ? ഇത് കൊള്ളാലോ. ബുക്ക് തുറന്നിട്ട് പോലും ഇല്ലല്ലോ. ഇയാൾക്കിതെന്നാ പറ്റിയേ? ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. സുഖമില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താ? എനിക്ക് പറ്റില്ല ടീച്ചറെ. ഇന്നലെയും മോളുടെ പപ്പ ബഹളമായിരുന്നോ? കുടിച്ചിട്ട് വന്നിട്ട് അമ്മച്ചി ഒത്തിരി തല്ലി. എന്നെയും. സാരമില്ല കേട്ടോ. ചാച്ചൻ എന്താ ടീച്ചർ ഇങ്ങനെ? സാരമില്ല, വാ. റോസമ്മ ചേച്ചി, ഈ അന്നയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാവോ? ഇതെന്നെ കഴിക്കാത്തെ? കഴിക്ക. എന്നിട്ട് എന്താ മോളെ ഉണ്ടായേ? ശരിയാക്കി കൊടുക്കാൻ ഞാൻ എല്ലാത്തിനും. എടീ മോളി, ഇന്ന് എന്താണ് എനിക്ക് വെച്ചിരിക്കുന്നത്? അനുഭവിക്കുക തന്നെ. ഹോ, പഠിക്കുമായിരിക്കും. എന്തിയടി? ഹോ,
വീട്ടിൽ ആ കൊച്ചിന് കൂടി സമാധാനം കുടിക്കുകയല്ല. അവളുടെ ഒരു പഠിപ്പ് പിന്നെ നീ പഠിച്ച മൈസട്ടാൻ പോവല്ലേ? ഹോ, ഇന്ന് 4 കാലിലാണല്ലോ എന്റെ മാതാവേ. നിന്നെ ഞാൻ മൈസട്ടാക്കി തരാടി. വിടാനല്ലേ പറഞ്ഞത്? ആരെയാണോ കൊല്ലൂടി നിന്റെ ഒരു മോള? നിങ്ങൾ എന്നെ കൊന്നോ, മോളെ ഉപദ്രവിക്കരുത്. അമ്മേനെ മോളെ ഞാൻ തീറ്റിക്കാം. ആവക്കട ഒടുക്കത്തെ തീറ്റ. പോയോ നീ? ചാകാൻ പോയതാണോടി? നന്നായിടി. ഇല്ലെങ്കിൽ കൊന്നേനെ അമ്മേനെ മോളെ ഞാൻ. ടീച്ചറെ, എനിക്ക് പേടിയാ വീട്ടിലിരിക്കാൻ. വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കിയില്ല. അമ്മച്ചിക്ക് വയ്യായിരുന്നു. അപ്പൻ രാത്രി മുഴുവൻ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങി പോകുന്നത് കണ്ടു. മോള് കഴിക്കും, കരയണ്ട. ആ, ഇവിടെ ഇങ്ങനെ നിൽക്കുവാണോ? അന്നമോള് വീട്ടിൽ പോണില്ലേ? എനിക്ക് പോണ്ട, ഞാൻ പോണില്ല. എനിക്ക് പേടിയാ. മോള് ചെല്ല്, വീട്ടിൽ പോകണ്ട. എങ്ങനെയാ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ടീച്ചറല്ലേ പറയുന്നേ. ഇനി ചാച്ചൻ വീട്ടിൽ വെച്ച് വഴക്കോ വെക്കാൻ ഉണ്ടാക്കിയ ഞാനങ്ങ് വരും. എന്നിട്ട് പടപടാന്ന് ഇടിയും കൊടുക്കൂന്ന്. മോള് പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. സത്യാണോ ടീച്ചറെ? ടീച്ചർ വരുമോ? ഉറപ്പാ. മോൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ ടീച്ചറമ്മയെന്ന് വിളിച്ചോട്ടെ. പിന്നെന്താ, അന്നെന്റെ മോളല്ലേ. മോള് പൊയ്ക്കോ. ഇച്ചായ, ഇതെന്നാ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കണേ? കരയുവാണോ? ഇല്ല, ഞാൻ അന്നയുടെ കാര്യം ഓർത്തു. വലിയ കഷ്ടപ്പാടാ കൊച്ചിന്റെ ജീവിതം. ഓ, ജോൺ ഇതുവരെ നേരെ ആയില്ലല്ലോ. അവളെന്നെ അമ്മയെന്ന് വിളിച്ചു, ടീച്ചറമ്മയെന്ന്. കരയല്ലടാവേ, എനിക്കിപ്പോ കാര്യം കേട്ടു. അതുപോലെ രന്നമോളെ നമുക്ക് മാധവ തരും, നീ കരയാതെ. ഏയ്, ഒന്നുമില്ല ടീച്ചറെ. എന്താണ് രണ്ടും കൂടെ സ്കൂൾ പറ്റത്? റൊമാൻസ് കളിക്കുക? ഏയ് അല്ല ടീച്ചർ, ഇവളുടെ അനിയന്റെ ബർത്ത്ഡേ, ഇവിടുന്ന് നേരെ അങ്ങ് പോവാന്ന് വെച്ചു. ആ, നീ കേറാൻസി. നമുക്കൊരു സന്യയുടെ വീട്ടിൽ പോണം. നീ അത് വിടാൻ. അതെങ്ങനെ ഞാൻ വിടുന്നത്? അവളെന്നെ ടീച്ചറമ്മേന്ന് വിളിച്ചില്ലേ. ഞാൻ പോകും, ജോമോൻ വന്നാലും ഇല്ലേലും. മഴമുകിൽ പെണ്ണേ പിഞ്ചിതൾ പൂവേ പൂനിലാച്ചേലുള്ള പൊന്നേ
മരമുകിൽ പെണ്ണേ പിഞ്ചിതൾ പൂവേ പൂനിലാച്ചേലുള്ള പൊന്നേ കനിവിൻ്റെ മണിമേട തിരയുന്നുവാ നീ അഴകിൻ്റെ അഴകായ കണ്ണേ. ടീച്ചറിന് അന്നയോട് ഭയങ്കര സ്നേഹം അമ്മേ. ഇന്ന് ചോറൊക്കെ വിളമ്പി തന്നു. എന്നിട്ടോ? എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാ മതി എന്നാ പറഞ്ഞേ. അപ്പന്റെ കാര്യം ഞാൻ ടീച്ചറോട് പറഞ്ഞു. അതെന്തിനാ ടീച്ചറോട് പറഞ്ഞത്? അമ്മയുടെ കാര്യം ഓർത്തപ്പോ കരച്ചിൽ വന്നു. എന്തിനാ കരയുന്നേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പോയത് അമ്മച്ചി. രണ്ടിനെയൊക്കെ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. അവളെ വികാരിയച്ഛനോട് പരാതി പറഞ്ഞിരിക്കണോ? രണ്ടിനെയും ഒന്ന് പേരെയും കത്തിച്ചൊരു പെരുന്നാൾ അങ്ങ് ആഘോഷിക്കും. വികാരിയച്ഛൻ എന്നെ വിശുദ്ധനാക്കണമെന്ന് കിടക്കണോ നോക്കണോ വികാരിയച്ഛൻ? മോളി തുറക്കടിയ വാതില്. മോളെ നീ പുറകെ കൂടെ ഇറങ്ങി രക്ഷപ്പെട്ടു. ശരി, നീ അകത്തോണ്ടല്ലേ, തുറക്കടിയ മോളെ, അല്ലെങ്കിൽ അപ്പൻ. അമ്മച്ചിനെ വിട്ടിട്ടങ്ങ് പോകൂല. നിന്നെ ഞാൻ കാണിച്ചു തരടി. നീ നാട് നീളെ എന്നെ കുറിച്ച് പരാതി പറഞ്ഞോളടി. ഞാനെന്ന കൊല്ലൂടി. എവിടെയാടി നിന്റെ രക്ഷകന്മാര്? എവിടെയാടി? നിന്നെ എന്തെങ്കിലും തീർക്കാൻ ഞാൻ. ജോണേ, ഓഹോ, ഇന്ന് ഒത്തിരി പേരുണ്ടല്ലോടി. അമ്മച്ചി കരണ്ടാട്ടോ. ടീച്ചറമ്മ വന്നില്ലേ? ഇനി അപ്പന് നല്ല ഇടി കൊടുത്തോളും. ജോണേ, നീ എന്ത് തോന്നിയാസാടായി കാണിക്കുന്നു? ദേവതേക്കണോ അടുത്ത ഉപദേശക്കാരി? ദേ പെണ്ണുമ്പിള്ള നിങ്ങളുടെ പഠിപ്പീരൊക്കെ അങ്ങ് പള്ളി കൊടുത്ത് വെച്ചാ മതി. എന്റെ അടുത്ത് ഇറക്കരുതട്ടോ. നിന്റെ അടുത്ത് കാണിച്ച എന്താണ് കുഴപ്പം? നീ എന്നെ തല്ലാറായല്ലേ? ഇന്ന് വരെ എന്റെ മേത്തൊരു കൈ വെച്ചിട്ടില്ല. കാർലോസേ, കാർലോസേ, 5 മിനിറ്റ് സമയം. ഇവനെ ഒന്ന് പദം വരുത്തിയെടുക്ക. പറഞ്ഞാ മനസ്സിലാവുന്ന മട്ടിൽ. പേടിക്കാൻ ആളില്ലാത്തന്റെ കുഴപ്പമോ നിനക്ക്? ഞാൻ ആരെയാടാ പേടിക്കട്ടെ? നന്നായിട്ട് കൊടുക്ക. ഇതവനിട്ട് നേരത്തെ കൊടുക്കേണ്ടതാണ്. കൊടുക്കണേ നന്നായിട്ട്.
കാർലോസേട്ടാ, അപ്പനെ വിടേട്ടാ. കാർലോസേട്ടാ. മാറിപ്പോടി. കാർലോസേട്ടാ, അപ്പനെ വിടേട്ടാ. അപ്പനെ വിടേട്ടാ. ചേട്ടാ, അപ്പനെ വിടേട്ടാ. അപ്പനെ വിടേട്ടാ. മാറ്. അപ്പാ. 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 കാർലോസേ മതി, നിന്റെ പണി തീർന്നു. ആ. ജോണേ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ മോളിയെ നിന്റെ കുട്ടിയെ ഉപദ്രവിക്കുന്നേ? എന്റെ കുട്ടിയോ? അവളോട് ചോദിക്കോ കൊച്ച എന്റെ തന്നെയാണോന്ന്. എനിക്കെല്ലാം മനസ്സിലായ മോളി, നീ കൂടുതൽ പരിശുദ്ധയാ വേണ്ട. നിനക്കെന്താ മനസ്സിലായി? പറ, കേൾക്കട്ടെ. ഇവക്ക് ദാ നിക്കണ വർഗീസുമായിട്ട് പറയാൻ എനിക്ക് അറപ്പ് തോന്നുവാ. ജോണേ, നീ എന്ത് തോന്നിയാസേ ഈ പറയുന്നത്? താൻ വലിയ വിശുദ്ധനൊന്നും ആവണ്ട. ഞാനെല്ലാം അറിഞ്ഞതാ. പത്രോസ് എന്നോടെല്ലാം പറഞ്ഞതാ. പത്രോസോ? ഏത് പത്രോസ്? കള്ളം പത്രോസ്. നീ എന്താ ജോണേ ആവശ്യമില്ലാതെ എന്നെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നേ? നീയല്ലേ പറഞ്ഞേ എന്റെ കെട്ടിയോളെയും വർഗീസിനെയും അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ? തല്ലല്ലേ ചേട്ടാ? തല്ലുവല്ല, നിന്നെ കൊല്ലുക വേണ്ടത്. വെറുതെ ഇല്ലാവചനം പറഞ്ഞു കൊണ്ടു നടക്കുന്നു. എന്നെ മോളിയെ നീ എവിടെ വെച്ച് എങ്ങനെ കണ്ടെന്നാ പറഞ്ഞേ? പറയാം, കഴുത്തേന്ന് ഇവിടെ. ഞാൻ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. നിന്റെ വായിന്ന് സത്യം വരില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്തിനെന്ന് മാത്രം പറഞ്ഞാൽ മതി. വർഗീസ് ചേട്ടന്റെ വീട്ടിൽ നിന്ന് കോഴി കെട്ടതിന് ചേട്ടൻ എന്നെ പിടിച്ച് തെങ്ങി കെട്ടിയിട്ടില്ലേ? ഒടുക്കത്തെ കലിപ്പായി വർഗീസ് ചേട്ടനോട്. നേരിട്ട് 2 അടി കൊടുക്കാൻ എനിക്ക് ത്രാണിയില്ലാത്തതുകൊണ്ട് ജോണിനെ തെറ്റിദ്ധരിപ്പിച്ച. ജോണ് വർഗീസിനിട്ട് കൊടുക്കുന്ന കരുതിയത്. കിട്ടിയത് മുഴുവനും മോളിക്കായിപ്പോയി. അതെന്റെ തെറ്റാണോ? പത്രോസേ, തെറ്റ് നിന്റെയല്ല, ഞങ്ങളുടെയാ. നീ കള്ളനാന്നറിഞ്ഞിട്ടും നിന്നെ ഇവിടുന്ന് ഓടിക്കാതിരുന്നതാ ഞങ്ങളുടെ തെറ്റ്. ഇനി നിന്നെ ഈ നാട്ടിൽ കണ്ടുപോകരുത്. ജോണേ, ചെറുപ്പം മുതലേ എനിക്ക് അറിയാവുന്ന കുട്ടിയാ മോളി. ഈ കുഞ്ഞിൻ്റെയും മോളിയുടെയും അവസ്ഥ കണ്ട് ഞാൻ പല പ്രാവശ്യവും സഹായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മോളുടെ സ്ഥാനത്താ അവളെ കണ്ടേക്കുന്നത്. അല്ലാതെ നിന്റെ സംശയങ്ങളൊക്കെ തീർന്നോ ജോണേ? ഇനി നിന്റെ ഈ കള്ളുകുടിയൊക്കെ നിർത്തി മര്യാദയ്ക്ക് കുടുംബമൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പലതും പറയും. ഇതുപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ജീവിതം ഇല്ലാതാക്കാൻ നോക്കരുത്. ടീച്ചർ പൊക്കോ. വിനിത ടീച്ചറെ. ആ, എന്തായിരുന്നു? ആൻസി ടീച്ചർ എന്തി? ആൻസി ടീച്ചർ ഇന്ന് ലീവിലാണല്ലോ. ടീച്ചറിന് തീരെ സുഖമില്ലെന്നാ പറഞ്ഞേ. എന്തായിരുന്നു? ക്ലാസ്സിൽ കയറാത്ത? ആ, അന്നമോളിന്ന് നല്ല ഉഷാറാണല്ലോ. ആൻസി, നല്ല വേദന, ദേഹ അസകരം. ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഇതാ ചായ കുടിക്കുക. ആ ഓട്ടോക്കാരന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ, വെട്ടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ തീർന്നേനെ. ഓ, ഈ ഭാഗത്ത് നല്ല കടച്ചില്ല, തലയ്ക്ക് വല്ലാത്ത ഭാരം. അമ്മച്ചിയെ വിളിക്കുന്നേ. അമ്മച്ചി, പേടിക്കാനൊന്നുമില്ലെന്നേ. ചുമ്മാ വെപ്രാളപ്പെടണ്ടെന്നേ. ഇത് തന്നെയാ ഞാൻ പറയാതിരുന്നേ. ഇതാ അമ്മച്ചി, ഒന്നും പറ്റിയില്ലെന്നേ. വലിയ പരുക്കൊന്നും ഉണ്ടായില്ല. ഒരു ഓട്ടോ വന്ന് തട്ടിയതാ. ഒന്നുമില്ലെന്നേ, പറ്റിയൊന്നുമില്ല. അവളുടെ കയ്യേലെ തൊലിയൊന്നു പോയി. ആ ചുമ്മാ അവരൊരു ദിവസം അവിടെ കിടത്തി. ഞങ്ങൾ രാവിലെ ഇങ്ങനെ പോകുന്നു. ആ അമ്മച്ചി, ദേ ഒരാള് വന്നിട്ടുണ്ട്. ഞാനിപ്പോ വിളിക്കാം കേട്ടോ. ആ,
ഇതാരാ അന്നമോള്? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ആൻസി ടീച്ചർ. ടീച്ചർ അതുണ്ട്, വാ. എന്റെ മാതാവേ, ടീച്ചറമ്മയ്ക്ക് നന്നായി പറ്റിയോ? ഈ ചോര വരുന്നു. അത് മരുന്നാ അന്നമോളെ. മോളെവിടെ ഇരുന്നേ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? ടീച്ചറമ്മയെ കാണാതിരുന്നപ്പം അന്നയ്ക്ക് വിഷമായി. വിനിത ടീച്ചറെ പറഞ്ഞ വയ്യാണ്ടിരിക്കുവാന്ന് എന്റെ ചാച്ചന്റെ അടി. ഇത്രയും പറ്റുമെന്ന് അന്നമോൾ ഓർത്തില്ല. എന്നാലും ഇന്നലെ ടീച്ചർ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മച്ചിയെ ചാച്ചൻ കൊന്നേനെ. ഇപ്പൊ ചാച്ചൻ ഓക്കെ ടീച്ചറെ. ഇന്നലെ രാത്രി ടീച്ചർ പോയി കഴിഞ്ഞപ്പോ ചാച്ചൻ ഒത്തിരി കരഞ്ഞു. പാവം തോന്നിട്ടോ. ഒന്ന് കണ്ണടച്ചേ, കൈ നീട്ടിക്കേ, ഒന്ന് കണ്ണു പറഞ്ഞേ. ചാച്ചൻ തന്ന പൈസക്ക് വാങ്ങിയതാ. എന്നാ എന്നെ പോവാട്ടോ. അങ്കളെ പോവാണേ. ഓക്കേ. ആ കൊച്ചിത് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? ഇന്നലെ നീ അവിടെ ചെന്നെന്നോ ഇടിവെച്ചു കൊടുത്തെന്നോ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. മോള് മാതാവിനോട് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകും. മാതാവ് നിന്നെ കാത്തോളും. ഒരു വഴി മാതാവ് കണ്ടെത്തി തരും. മാതാവിനോട് പ്രാർത്ഥിച്ച എന്റെ എല്ലാ സങ്കടവും തീരും ടീച്ചറെ. നിന്റെ എല്ലാ കഷ്ടപ്പാടും മാറാൻ മാതാവ് ഒരു വഴി ഉണ്ടായിക്കോളും. അന്നമോൾക്ക് നല്ല പേടിയുണ്ട് മാതാവേ. വീട്ടിൽ പോവാ. മാതാവിനെ രക്ഷിക്കണം. ചാച്ചൻ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാതിരിക്കാൻ, അമ്മച്ചി അന്നമോളെ തല്ലാതിരിക്കാനും മാതാവ് കാക്കണം. മതിയോ ടീച്ചറമ്മ? മതി. നിന്റെ എല്ലാ പ്രാർത്ഥനയും മാതാവ് കേട്ടോളൂ. മോളെ വീട്ടിലേക്ക് വെക്കും. ആൻസി. അതേ ചായ, ഞാൻ ഇന്നലെ അവളുടെ വീട്ടിൽ ചെന്ന് ജോണിയെ മാനസാന്തരപ്പെടുത്തി. അതാ സംഭവിച്ചത്. ഇവക്കെന്നാ പറ്റിയേ? ദൈവിക അടയാളങ്ങൾ തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ മാതാവിന്റെ കാരുണ്യം ഒലിവിൻ സ്പർശം പോലെയാണ്. മനുഷ്യർക്ക് അസാധ്യമായതൊക്കെ മാതാവ് നിവൃത്തിയാക്കി തരും. അതാ ഇപ്പൊ സംഭവിച്ചത്. നന്മ നിറഞ്ഞു മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സേതും പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുമേ. അമ്മേ മേരി ജപമാല റാണി, നീന്റെ അഭയം നാദേ. അമ്മേ ധന്യേ സ്വർഗീയ രാജ്ഞി, ആശ്വാസമരുളുന്ന നാഥേ. അമ്മേ അമ്മേ യേശുവിനമ്മേ, അടിയങ്ങൾക്കാശ്രയം നീ. അമ്മേ അമ്മേ യേശു
ജപമാല റാണി നീന്റെ അഭയം നാദേ അമ്മേ ധന്യേ സ്വർഗീയ രാജ്ഞി ആശ്വാസമരുളുന്ന നാഥേ ജപമാല റാണി നീന്റെ അഭയം നാദേ അമ്മേ ധന്യേ സ്വർഗീയ രാജ്ഞി ആശ്വാസമരുളുന്ന നാഥേ അമ്മേ അമ്മേ യേശുവിനമ്മേ അടിയങ്ങൾക്കാശ്രയം നീ മാതാവേ ദേവമാതാവേ നിന്നെ വണങ്ങുന്നു ഞങ്ങൾ മാതാവേ ദേവമാതാവേ നിന്നെ വണങ്ങുന്നു ഞങ്ങൾ അമ്മേ മേരി ജപമാല